എനിക്കൊരു തെറ്റും തോന്നില്ല. കാരണം ഇവന്മാരൊക്കെ ഇവിടെ വന്നാൽ ഞാൻ ഒബ്വിയസ്ലി ട്രിഗേർഡായി പോകും. ഈ പറയണ എന്താ ഈ ഞാൻ കണ്ട ആൾക്കാരൊക്കെ, ഇതിനകത്ത് കണ്ട ആൾക്കാരൊക്കെ ഇവിടെ സിറ്റിയിൽ വന്നിരുന്ന് കൊണ പറയുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ട്രിഗേർഡ് ആവും. അപ്പോൾ എനിക്ക് ടി വി വേഴ്സസ് ഡയോസ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് പറയണം. അല്ലാതെ എനിക്ക് ഇവന്മാർ ഇവിടെ വന്ന് ഇതാക്കണേ. കുറേ പേര് ന്യായീകരിച്ചായിരുന്നു, സ്പീഡ് ഒന്നും ചെയ്യത്തില്ല, അവനൊന്നും ചെയ്തിട്ടില്ല, അവനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ കുറേ പേര് ന്യായീകരിക്കുമായിരുന്നു. മനസ്സിലായി? ഇതിനി എങ്ങനെ വേണം നിങ്ങൾക്ക് വൈറ്റ് വാഷ് അടിക്കാം, എനിക്കൊരു പ്രശ്നമില്ല. T47 ചാറ്റാണിത്. ഇതല്ല, ഇതിൻ്റെ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതെല്ലാം എടുത്തു വെച്ച് ഞാനിങ്ങനെ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് കാണിക്കണം എന്നുള്ളൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. മനസ്സിലായ? ഇത് ഞാൻ അന്ന് കാണിക്കാതിരുന്നത് അതിനകത്തൊന്നും അങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പറയണ ഒരു സാധനം വളരെ കുറവേ എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ. പേഴ്സണൽ ബ്രോ ഇത് പേഴ്സണൽ അല്ലേ? ബ്രോയ്ക്ക് ഇതെങ്ങനെ കിട്ടി? ഇത് പ്രൈവസി വയലേഷൻ അല്ലേ? ഓ, ഇത് പ്രൈവസി വയലേഷൻ ആണോ? എടാ, ഞാനൊരു കാര്യം നിന്റെ അടുത്ത് സിമ്പിളായിട്ട് പറയാം. ഈ സാധനം ഈ ഓഫ്ലൈനിൽ ഇരുന്ന് അപരാധിച്ചിട്ട് ഓൺലൈൻ വന്ന് നന്മമരം കളിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. അതാണ് എനിക്ക് താല്പര്യം. അത് നിർത്തണം. അതെങ്ങനെ? അതാണ് നിർത്തേണ്ടത്. നിങ്ങളോട് ഞാൻ എങ്ങനെ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കും ഇവർക്ക് ഓഫ്ലൈനിൽ എന്നോട് പ്രശ്നമില്ലെന്ന്? നിങ്ങളോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതാ എൻ്റെ ചോദ്യം. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? പിന്നെ വേറൊരു കാര്യമുണ്ട്. അവിടെ ഈ പറയണത് പോലെ അതിനകത്ത് കളിക്കണം ബേസിക് എത്തിക്സ് ഉള്ള കുറച്ച് ആൾക്കാർ, അതായത് പറഞ്ഞുകൊണ്ട് ബ്രോ ആർ പി ആയിട്ട് കാണുന്നുള്ളൂ, പക്ഷെ അവിടെ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത് ഹ്യൂമിലിയേഷൻ ആണ്. ഇത് തന്നെ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെ ഇത് ഇങ്ങനെയാണോ എൻജോയ് ചെയ്യേണ്ടത്? ഇതൊക്കെ ന്യായീകരിക്കുന്ന നിങ്ങളൊക്കെ എന്ത് പറയണോടാ? ഇങ്ങനെയൊക്കെയാണോ എൻജോയ് ചെയ്യണം ഒരു ഗെയിമിന്റെ പുറത്ത്? ഇങ്ങനെയൊക്കെയാണോ സന്തോഷം കണ്ടെത്തുന്നത്? നമ്മൾ എത്ര ഗ്യാങ്സ് ആയിട്ട് അടി ഉണ്ടായിട്ടുണ്ട്? നമ്മളിത് ചെയ്യുന്നുണ്ടോ? ഇതിലാണോ സന്തോഷം?